പാലക്കാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. യുവതി പണം കൈമാറ്റം ചെയ്തത് ഭർത്താവിന്റെയും പിതാവിന്റെയും അടക്കം 8 അക്കൌണ്ടുകളിലേക്കെന്ന് പോലീസ്. കർഷകരുടെ സങ്കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പരിഹരിക്കാനാകും വിധം കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കർഷകന്റെ മനസ്സറിഞ്ഞുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് ശാസ്ത്രജ്ഞരിൽ നിന്നുണ്ടാകേണ്ടതെന്നും ബിനോയ് വിശ്വം. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. പീച്ചി ഡാമിൽ KSEB വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചു. മണലി കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പത്താഴക്കുണ്ട് ഡാമിൽ 2ാം ഘട്ട മുന്നറിയിപ്പ് നൽകി. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഒരാഴ്ചയ്ക്കിടെ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. കൊല്ലൂർ പടവരാട് 9 മണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയയാൾക്ക് രക്ഷകരായി അഗ്നിശമന സേന. മോട്ടോറിന്റെ പൈപ്പ് ശരിയാക്കാൻ ഇറങ്ങിയ ഗൃഹനാഥനാണ് കിണറ്റിൽ കുടുങ്ങിയത്. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടിയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കൊല്ലം സ്വദേശിനിയായ ധന്യ മോഹൻ വെള്ളിയാഴ്ച വൈകിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. തുടർന്ന് വലപ്പാട് പോലീസിന് കൈമാറുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറ്റം സമ്മതിച്ചതായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു പറഞ്ഞു. ലോൺ ആപ്പ് വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തി സമ്പാദിച്ച പണം ഓൺലൈൻ ട്രേഡിംഗിനും മറ്റുമായി ഉപയോഗിച്ചതായും ഇതിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രതി സമ്മതിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു. കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്ന് പരിശോധിക്കുമെന്നും പ്രതിയെ വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. 18 വർഷമായി മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ധന്യ മോഹൻ. 18 വർഷത്തെ വിശ്വാസം മുതലെടുത്താണ് 19.94 കോടി രൂപ തട്ടിയെടുത്തത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പ്രാഥമിക ഘട്ടത്തിലാണ് പ്രതി ഇന്നലെ കൊല്ലത്തുനിന്ന് വെളുപ്പിനെ ഇവിടെ എത്തിച്ചു. പ്രതി നമ്മൾ ചോദ്യം ചെയ്തു. 12:45 പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതി ഹാജരാണ്. പ്രതിയുടെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അതിനുശേഷം ഒരാഴ്ച കസ്റ്റഡി വാങ്ങി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്ന് ലോസും ഗെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് അവർ പറയുന്നു. കർഷകരുടെ സങ്കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പരിഹരിക്കാനാകും വിധം കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ടെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ 38ാം വാർഷിക സമ്മേളനം വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർക്കും പ്രവചിക്കാനാകാത്ത വിധത്തിൽ കാലാവസ്ഥയുടെ താളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മാറ്റം തലതിരിഞ്ഞ വികസന കാഴ്ചപ്പാടിന്റെ ഫലമാണെന്ന് ഞാൻ പറയും. ആഗോളതാപനത്തിന്റെ പുറകിൽ മനുഷ്യന്റെ ആർത്തിയുണ്ട്. എന്ത് വില കൊടുത്തിട്ടും ലാഭം കൊണ്ടുകൂട്ടാൻ ഇരമ്പി വന്ന ഒരു ജീവിതശൈലിയും ജീവിതാസക്തിയും സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുമുണ്ടെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെയായത്. വാസ്തവത്തിൽ ഗ്ലോബൽ വാർമിംഗ് ഇസ് ദ ചൈൽഡ് ഓഫ് ഗ്ലോബലൈസേഷൻ. കൃഷിക്കാരൻ്റെ സമരങ്ങളും കർഷകരുടെ സ്വപ്നങ്ങളും കൃഷിക്കാരൻ്റെ യാതനയും അവൻ്റെ കടഭാരവും എല്ലാം ഒരു കാർഷിക യൂണിവേഴ്സിറ്റിക്ക് ചിന്താ വിഷയമാകണം. മണ്ണിനോടും കൃഷിക്കാരൻ്റെ മനസ്സിനോടും ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമാണ് കാർഷിക ശാസ്ത്രജ്ഞരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാലാവസ്ഥയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന മാറ്റം നമ്മുടെ തലതിരിഞ്ഞ വികസന കാഴ്ചപ്പാടുകളുടെ ഫലമാണ്. എന്ത് വില കൊടുത്തും ലാഭമുണ്ടാക്കുക എന്ന മനുഷ്യൻ്റെ ആർത്തിയുടെ ഫലമാണ് ആഗോളവൽക്കരണം. പ്രകൃതിയുടെ മാറ്റങ്ങൾ കാണാൻ കഴിയാത്ത ശാസ്ത്രമാണോ എന്ന് ബിനോയ് വിശ്വം ചോദിച്ചു. പ്രകൃതിയെ നിഷേധിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ ശാശ്വതമല്ല. കൃഷി മണ്ണിൻ്റേതെന്ന പോലെ കൃഷിശാസ്ത്രം മണ്ണിൻ്റെ ശാസ്ത്രമാണ്. നമ്മുടെ വികലമായ വികസന കാഴ്ചപ്പാടുകൾ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു എന്നതിന് തെളിവാണ് കർണാടകയിലെ ഷിരൂരിൽ മലയിടിഞ്ഞുണ്ടായ ദുരന്തമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ S. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു.
കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യാതിഥിയായി. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ V തുളസി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് തോട്ടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 മാസം മുൻപ് കുണ്ടായി ചൊക്കന റോഡിൽ കാർ യാത്രക്കാർ പുലിയെ കണ്ടിരുന്നു. പാലപ്പിള്ളി പ്രദേശങ്ങളിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് റബ്ബർ എസ്റ്റേറ്റുകളിൽ പുലിയെ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചത് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക നടപടി. വനപാലകർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പീച്ചി ഡാമിൽ KSEB വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ചു. നിലവിൽ കുറഞ്ഞ തോതിലാണ് വെള്ളം തുറന്നുവിടുന്നത്. ഡാമിൽ അധികമുള്ള വെള്ളമാണ് KSEBക്ക് നൽകുന്നത്. ശക്തമായ മഴ തുടർന്നാൽ മാത്രമേ ഷട്ടറിലൂടെ വെള്ളം തുറന്നുവിടൂ. മണലി, കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പത്താഴക്കുണ്ട് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 2ാം ഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 12.81 മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. 14 മീറ്ററാണ് ഡാമിന്റെ സംഭരണശേഷി. വാഴാനി, പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട് ഡാമുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് കടലിൽ 19 കിലോമീറ്റർ അകലെയായി ചാമക്കാല പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച വള്ളം കടലിൽ കുടുങ്ങിയത്. വലപ്പാട് സ്വദേശി ചാങ്ങാരത്ത് വീട്ടിൽ ഗോപിയുടെ കാവിലമ്മ എന്ന ഇൻബോർഡ് വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, ഷൈബു, സിവിൽ പോലീസ് ഓഫീസർ അവിനാഷ്, റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, അജിത് കുമാർ, ബോട്ട് സ്രാങ്ക് റസാഖ്, എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണെന്ന് ഫിഷറീസ് വകുപ്പ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കിടെ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. ഒല്ലൂർ പടവരാട് കിണറ്റിൽ കുടുങ്ങിയയാൾക്ക് രക്ഷകരായി അഗ്നിശമന സേന. പടവരാട് ക്രൈസ്റ്റ് നഗർ ആലപ്പാട് വീട്ടിൽ ഫ്രാൻസിസിനെയാണ് അഗ്നിശമന സേന രക്ഷപ്പെടുത്തിയത്. വീട്ടുമുറ്റത്തെ 50 അടി ആഴമുള്ള കിണറ്റിൽ പൈപ്പ് ശരിയാക്കാൻ ഇറങ്ങിയ ഫ്രാൻസിസ് തിരികെ കയറാൻ കഴിയാതെ അകപ്പെടുകയായിരുന്നു. രാവിലെ 9 മണിയോടെ കിണറ്റിൽ ഇറങ്ങിയ ഫ്രാൻസിസ് 9 മണിക്കൂറുകളോളമാണ് കിണറ്റിൽ കുടുങ്ങിക്കിടന്നത്. ഭാര്യയും മറ്റും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. വൈകിട്ട് കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ട സമീപവാസികളാണ് ഫ്രാൻസിസ് കിണറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഫ്രാൻസിസിനെ രക്ഷപ്പെടുത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ MG രാജേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീഹരി, ശിവദാസൻ, രാകേഷ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ 1 വർഷം നീളുന്ന വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേ നിലവാരത്തിലായിരിക്കില്ല ഈ ഗവൺമെന്റ് കാണുക. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി വേണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യുമ്പോൾ കയ്യേറ്റക്കാർക്കെതിരായി കർശനമായ നടപടി എടുത്തുകൊണ്ട് അങ്ങനെ അനധികൃതമായി കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കലായിരിക്കും ഗവൺമെന്റിന്റെ ലക്ഷ്യം. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേപോലെയല്ല ഈ സർക്കാർ കാണുന്നത്. കുടിയേറ്റക്കാർ ഈ ഭൂമിയുടെ അവകാശികളായി മണ്ണു മാറ്റിയെടുത്തവരാണ്. കയ്യേറ്റക്കാർ ഭൂമി തട്ടിയെടുത്തവരാണ്. കുടിയേറ്റക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നിയമപരമായി സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ മലയോര മേഖലയിൽ ഭൂമിയുടെ അവകാശികളായ യഥാർത്ഥ അവകാശികളായ അർഹതപ്പെട്ട മുഴുവൻ പേരെയും
ഭൂമിക്ക് പട്ടയം ഈ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തു പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം ഈ ഗവൺമെന്റ് നടത്തും എന്ന കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുന്നു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി, വജ്രജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ, ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ, ജനറൽ കൺവീനർ റോയ് ജോസഫ് കാരക്കാട് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കൊടകര. വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ മനുഷ്യന് സംരക്ഷണം കൊടുക്കാനും ആവശ്യമെങ്കിൽ വെടിവെക്കാനുമുള്ള അധികാരം പോലീസിന് കൊടുക്കാനുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്ന് ജോസ് കെ മാണി MP. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വന്യമൃഗശല്യം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സംരക്ഷിക്കേണ്ട ജനത്തിനെയാണെന്ന് കൃത്യമായി എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത് പറയാൻ നമുക്ക് ഒരു ചങ്കൂറ്റം കേന്ദ്രത്തിനുണ്ടാകണം. ജനങ്ങളെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ വെടിവെക്കുവാനായിട്ടുള്ള മിനിമം പോലീസിനെ ജില്ലാ മേധാവിക്കുള്ള ഒരു നിയമ ഭേദഗതി സർക്കാർ നടത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫെൻസ് കെട്ടി കോമ്പൻസേഷൻ കൊടുത്ത് അതൊന്നും ശാശ്വത പരിഹാരമല്ല. എത്ര ഫെൻസ് കെട്ടാൻ പറ്റും? എത്ര ഈ പറയുന്ന കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുത്താൽ ആ കുടുംബത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമോ? അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നിയമ ഭേദഗതിയിലേക്ക് തന്നെ പോകണം. കേരളത്തിൽ വന്യജീവികളും കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ഭീകരാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. നാട്ടിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുമ്പോൾ പോലീസാണ് ഇടപെടുന്നത്. ഇതേ മാതൃകയിൽ വന്യമൃഗം നാട്ടിലിറങ്ങിയാൽ പോലീസിന് ഇടപെടാനും ജില്ലാ മേധാവിക്കെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനും കഴിയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതി ഉണ്ടാകണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. സെമിനാറിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AO സണ്ണി, കേരള വനഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ AV രഘു എന്നിവർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ചില മാധ്യമങ്ങൾ കൂലിത്തല്ല് കൊട്ടേഷൻ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച ജില്ലാ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ നിലകൊള്ളുകയാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ UDF പ്രതിപക്ഷവും. ഇവർക്കൊപ്പം ചേർന്ന് ചില മാധ്യമങ്ങൾ കൂലിത്തല്ല് കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുകയാണെന്നായിരുന്നു MLAയുടെ വിമർശനം. കേരളത്തിന്റെ എല്ലാ അവകാശങ്ങളും നിരന്തരമായി കേന്ദ്രം ഇല്ലാതാക്കുകയാണ്. ബജറ്റ് പ്രഖ്യാപനത്തിലെ സംസ്ഥാന അവഗണനയിലൂടെ സാമ്പത്തിക ഉപരോധ സമാനമായ രീതിയിലാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കേ ഗോപുരനടയിൽ നടന്ന ധർണയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക, PFRDA നിയമം റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംഘടന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നീസ, ജില്ലാ സെക്രട്ടറി K പ്രമോദ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN നസീർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TM ലത, സാജൻ ഇഗ്നേഷ്യസ്, PS സിജി, ദീപ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. NDA സർക്കാർ ഇത്തവണ പാർലമെന്റിൽ അവതരിപ്പിച്ചത് AB ബഡ്ജറ്റാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. കേരള കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമിതി യോഗം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും ഉദ്ദേശിച്ച് മാത്രം തയ്യാറാക്കിയ ബഡ്ജറ്റിൽ കേരളത്തെ പാടെ മറന്നതിന് ഒരു ന്യായീകരണവും BJPക്ക് പറയാനില്ല. റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്ന ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ ഏറ്റവും വരുമാനമുള്ള കേരളത്തെ ആ ബഡ്ജറ്റിലും അവഗണിച്ചുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. ചാലക്കുടിയിൽ നടന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് K ആന്റണി, ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PI മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേക്കരയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം സ്വദേശി വെളിയത്ത് പുരയിടം വീട്ടിൽ സുൽഫീഖറാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സ്ക്വാഡും പുതുക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 9 ഗ്രാമോളം MDMAയും 10 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുതുക്കാട് SHO V സജീഷ് കുമാർ, SIമാരായ N പ്രദീപ്, KS ഉണ്ണികൃഷ്ണൻ, KS ഡേവിസ്, CPO സിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
വിവാഹ നിശ്ചയം നടത്തിയ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം യുവതി ജീവനൊടുക്കിയതായി പരാതി. രഹസ്യ വിവാഹം നടത്തി സ്ത്രീധന പീഡനം നടത്തിയെന്ന് ആരോപിച്ച യുവാവിനും അമ്മയ്ക്കുമെതിരെ യുവതിയുടെ കുടുംബം രംഗത്ത്. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ 25 വയസ്സുള്ള അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ മാസം 9-ന് മാതൃ സഹോദരന്റെ ചിറ്റിശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച യുവതിക്ക് ആദ്യം ഒല്ലൂരിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് യുവതിയുടെ സുഹൃത്തുക്കളിൽ നിന്ന് യുവാവുമായി നടന്ന രഹസ്യ വിവാഹത്തെക്കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മാസം മുൻപ് നെല്ലായി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമീപവാസി കൂടിയായ പുളിക്കൽ വീട്ടിൽ ആനന്ദുമായി യുവതിയുടെ രഹസ്യ വിവാഹം നടന്നതായി കണ്ടെത്തി. നമ്മൾ 1-2 ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് അറിയണത്, ഒരു രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട്. പക്ഷേ ഈ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ഈ ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മയ്ക്കും അറിയാം. നമ്മൾ വീട്ടുകാരെ അറിഞ്ഞത് ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ, ഹാങ്ങിങ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. മുൻപ് ആനന്ദ് വിവാഹം ആലോചന നടത്തിയെങ്കിലും യുവതിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നാൽ അടുപ്പത്തിലായ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരുടെയും സമ്മതപ്രകാരം ഏപ്രിൽ 21-ന് കല്യാണ നിശ്ചയവും നടത്തി. തുടർന്ന് യുവതിയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം തീർത്തും മോശമായി. എൻഗേജ്മെന്റ് കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ടേ അവൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ തൊട്ടാണ് നമ്മളോട് ഷെയർ ചെയ്ത് തുടങ്ങി ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ജോലി കിട്ടിയിട്ട് ജോലിക്കൊന്നും വിടില്ല, പുറത്തേക്കൊന്നും വിടില്ല. നമുക്കത് പറയാൻ പറ്റില്ല. മോശമായ രീതിയിലൊക്കെയാണ് അവളോട് സംസാരം. അവളെ എങ്ങനെയാണ് ഇത്ര ദിവസം വരെ പിടിച്ചു നിന്നതെന്ന് പോലും നമുക്കറിയില്ല. അസഭ്യ വർഷത്തോടെയുള്ള ഭീഷണിയും പതിവായി. കേട്ടു 30 സെക്കൻഡ് റീപ്ലൈ കിട്ടണം. ഫോൺ അതിന്റെ മുകളിൽ അടിക്കാനും പാടില്ല. മനസ്സിലായ വെച്ചിട്ട് പോ. എനിക്ക് അവിടെ നല്ല കാര്യങ്ങൾ അവിടെ ഇരിക്കില്ല. അത് കഴിഞ്ഞിട്ട് മോളെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് നിക്കണേ. വേണേ പറ. നല്ല രീതിക്കാണെങ്കിൽ മുന്നോട്ട് പോവാം. നല്ല രീതിക്കല്ല. എനിക്ക് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയിടി. പക്ഷെ ആനന്ദ് വിടണില്ല. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ടുള്ള അടി അവിടെ. അമ്മയ്ക്ക് ഇടപെട്ട് അവൻ്റെ അമ്മേനെ വിളിക്കലും കാര്യങ്ങളും ഇപ്പം ഇന്നലെ വരെ സോൾവ് ആയിട്ടില്ല. എനിക്കറിയില്ല എന്തിട്ട് ചെയ്യേണ്ടതെന്ന്. ഞാൻ മിഞ്ഞാന്ന് ഫാനമ്മക്ക് തൂങ്ങി ചത്തേനെ. അങ്ങനെ തന്നെയായി എൻ്റെ അവസ്ഥ. യുവാവിന്റെയും അമ്മയുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്നുള്ള മനോവിഷമമാണ് അനഘയെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അവളെ അവൻ ടോക്സിക് ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചീത്തയും എല്ലാം പറഞ്ഞ് അവളെ മരണത്തിലോട്ട് തള്ളിവിട്ടു. അവനും മാത്രം അവന്റെ അമ്മയും നമ്മളെ പുറകെ വന്നൊരു കല്യാണം കഴിച്ച് താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻഗേജ്മെന്റ് നടത്തി കൊടുത്തത്. മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മകന്റെ സ്വഭാവം ശരിയാക്കാൻ വേണ്ടി ഒരു അമ്മ ഒരു കുട്ടീനെ കണ്ടെത്തി. ഒരു കുടുംബം മൊത്തമാണ് അവർ കളഞ്ഞത്. ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി കൈക്കൊണ്ടില്ലെന്ന് കുടുംബം ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പെൺകുട്ടിക്ക് അതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ഇതും നമുക്ക് കിട്ടിയിട്ടില്ല. കേസ് അന്വേഷിച്ചുകൊണ്ട് അവർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഓർമ്മയില്ലാതെ കിടക്കുന്ന ഒരു കുട്ടിയുടെ മൊഴി എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് കേസ് എടുക്കുക? ലാസ്റ്റ് ഇപ്പോൾ ഡെത്ത് സംഭവിച്ചു. ഇനിയെങ്കിലും പോലീസ് സ്റ്റേഷന്റെ മുമ്പാകെ ഒരു ഇത് നമുക്ക് വേണ്ട നീതി അവരെന്ന ഭാഗത്ത് നിന്ന് കിട്ടണം. ബിരുദാനന്തര ബിരുദധാരിയായ അനഘ PhDക്കായി റെഫർ ചെയ്യുകയായിരുന്നു. മരണത്തിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. TCV തൃശൂർ. ക്രിസ്തുമതം ഇന്ത്യൻ മതമാണെന്നും അത് വിദേശ മതമല്ലെന്നും ഇക്കാര്യം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച അവസരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പ്രൊഫസർ ഡോക്ടർ ജോർജ് മേനാച്ചേരിയുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ എന്ന വിജ്ഞാന ഗ്രന്ഥത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഗ്രന്ഥകാരൻ പ്രൊഫസർ ഡോക്ടർ ജോർജ് മേനാച്ചേരിയുടെ ശതാഭിഷേകവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ മേനാച്ചേരി സമൂഹത്തിനും തൃശൂരിനും വലിയ സംഭാവനയാണ് നൽകിയിരിക്കുന്നതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഷെവലിയാർ പ്രൊഫസർ ജോർജ് മേനാച്ചേരിയെ മാർ താഴത്ത് വീരശൃംഖല നൽകി ആദരിച്ചു. സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ലോക്സഭാ MP ഡോക്ടർ ചാൾസ് ഡയസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ മേനാച്ചേരിയുടെ എൻസൈക്ലോപീഡിയ എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയുള്ള മഹത്തായ മതഗ്രന്ഥമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മേഘാലയ മുൻ മന്ത്രി ജെയിംസ് സാങ്മ പറഞ്ഞു. പ്രൊഫസർ പുത്തേഴത്ത് രാമചന്ദ്രൻ, ഡോക്ടർ EJ ജെയിംസ്, ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത്ത്, പ്രൊഫസർ ജോൺ സിറിയക്, ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമയും വഹിച്ചുകൊണ്ട് പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച സ്മൃതി യാത്രയ്ക്ക് തൃശൂർ തെക്കേ ഗോപുരനടയിൽ സ്വീകരണം നൽകി.
തൃശൂരിൽ നടന്ന സ്വീകരണ പൊതുയോഗം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. സിപിഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CN ജയദേവൻ, രാജാജി മാത്യു തോമസ്, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 30-ന് തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം പ്രതിമ സമാപിക്കും. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും. ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നിന്ന് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്മൃതി ജാഥയെ തൃശൂർ നഗരത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. മാളയിൽ സ്വകാര്യ വഴിയിൽ ടൈൽ വിരിച്ച് സ്ഥലമുടമയെ ഞെട്ടിച്ച തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് ഓംബുഡ്സ്മാൻ അന്വേഷണം ആരംഭിച്ചു. തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ അഡ്വക്കേറ്റ് അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മാള പഞ്ചായത്തിന്റെ ആസ്തിയിലില്ലാത്ത വഴിയിൽ കട്ട വിരിച്ചത് സംബന്ധിച്ച് TCV വാർത്തയെ തുടർന്ന് പൊതുപ്രവർത്തകനായ ജോയ് മാതിരപ്പള്ളി ഓംബുഡ്സ്മാന് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അടിസ്ഥാനത്തിൽ ഞാൻ തൃശൂർ ജില്ലാ ഓംബുഡ്സ്മാൻ, അതായത് തൊഴിലുറപ്പിന്റെ ഓംബുഡ്സ്മാൻ ഒരു പരാതി കൊടുത്തിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് അതിന്റെ ഡീറ്റെയിൽ അന്വേഷിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം തെളിവെടുപ്പിനായിട്ട് ഈ മാമ്പള്ളി റോഡ് 17-ാം വാർഡിലെ മാമ്പള്ളി റോഡ് സന്ദർശിച്ചു. കൂട്ടത്തിൽ കൂടെ ബ്ലോക്കിന്റെ ഉദ്യോഗസ്ഥരും മാള പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ മാള പഞ്ചായത്ത് സെക്രട്ടറി, മാള പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള സാമൂഹിക നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തെളിവെടുത്ത് പോയിട്ടുണ്ട്. ഇനി എന്താണ് നടപടി എന്നുള്ളത് ഉദ്യോഗസ്ഥർ തീരുമാനിക്കേണ്ട കേസാണ്. ആദ്യഘട്ടം പരാതിയിൽ വിശദീകരണം കേട്ട ശേഷമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സ്ഥാപിച്ച ബോർഡിൽ ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓംബുഡ്സ്മാൻ ചൂണ്ടിക്കാണിച്ചു. പദ്ധതിയുടെ അടങ്കൽ തുക മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും തുക ചെലവായതും പണി തുടങ്ങിയതും അവസാനിച്ചതും എന്നാണെന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എറണാകുളത്ത് താമസിക്കുന്ന റോസ്മി മാമ്പള്ളി മാസങ്ങൾക്കു ശേഷം മാളയിലുള്ള അവകാശപ്പെട്ട സ്ഥലത്തെത്തിയപ്പോഴാണ് പഴയ വഴിയിൽ കട്ടവിരിച്ച റോഡ് കണ്ടത്. മാള കിഴക്കനങ്ങാടി മാമ്പള്ളി റോഡ് കട്ടവിരിക്കൽ പദ്ധതി എന്ന പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ശിലാഫലകം ഒരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. 4,93,412 രൂപയാണ് എസ്റ്റിമേറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അനുവാദമില്ലാതെ വഴി കട്ടവിരിച്ചത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് റോസ്മി മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. TCV ന്യൂസ്, മാള. മുളങ്കുന്നത്തുകാവിൽ ഓട്ടോറിക്ഷ ഇടിച്ച് പരിക്കേറ്റ് ബൈക്ക് യാത്രികൻ മരിച്ചു. മുളങ്കുന്നത്തുകാവിൽ താമസിക്കുന്ന പുല്ലൂർ മഠത്തിക്കര സ്വദേശി മച്ചാട്ട് സൗമ്യനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള ESI ആശുപത്രിയിൽ നിന്ന് രോഗിയുടെ സ്വർണം മോഷ്ടിച്ച കൂട്ടിരിപ്പുകാരി പിടിയിലായി. പാലക്കാട് പുതുനഗരം സ്വദേശി വിജയകുമാരിയാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത്. യാതൊരു തെളിവുകളും ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ CN ഷാജു, സബ് ഇൻസ്പെക്ടർമാരായ ശാന്താറാം, പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ നീതു, സുകന്യ, രമേശ് ചന്ദ്രൻ, സുജിത് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിയെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓട്ടോ ഡ്രൈവറായ ചിയ്യാരം ഗോസായിക്കുന്ന് സ്വദേശി പണിക്ക വീട്ടിൽ ഷാനവാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രതിയുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുണ്ടത്തിക്കോട് ആര്യംപാടത്ത് മാലിന്യ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ടാങ്കർ ലോറിയിലെ മാലിന്യവും ഡീസലും റോഡിൽ പരന്നു. അപകടത്തിൽ ടാങ്കർ ലോറി ജീവനക്കാർക്കും കാർ യാത്രികർക്കും പരിക്കേറ്റു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഓയിലും മാലിന്യവും കഴുകി റോഡ് വൃത്തിയാക്കി. ടാങ്കർ JCB ഉപയോഗിച്ച് ഉയർത്തി. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. മാനം കറുത്താൽ മനസ്സിൽ ഭീതിയുമായി ടാർപോളിൻ കൂരയിൽ ദുരിത ജീവിതവുമായി ഒരു കുടുംബം. തെക്കുംകര പഞ്ചായത്തിലെ അടങ്കളം മൂഴിക്കുളങ്ങര വീട്ടിൽ ഷീബ സതീഷ് ദമ്പതികളാണ് ശക്തമായ കാറ്റുവീശിയാൽ തകർന്നു പോകുന്ന ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ 2 മക്കളുമായി കഴിയുന്നത്. ടാർപോളിൻ ഷീറ്റുകൾക്ക് മുകളിൽ തെങ്ങിൻ പട്ടകൾ ഇട്ടാണ് മേൽക്കൂര. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിന് തൊട്ടടുത്ത മരക്കൊമ്പുകളും മറ്റും പതിച്ച് ടാർപോളിൻ ഷീറ്റുകൾ ഉൾപ്പെടെ നാശമായതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി. മരക്കൊമ്പ് വീണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ കൂരയും നോക്കി പ്രായപൂർത്തിയായ മകൾക്കൊപ്പം ആധിയോടെ ഇരിക്കുകയാണ് ഇവർ.
ഒരു പതിറ്റാണ്ടായി കനാൽപ്പുറത്തെ 5 സെന്റ് ഭൂമിയിലെ ടാർപോളിൻ കൂരയിലാണ് കുടുംബത്തിന്റെ താമസം. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ ഇനിയും ലഭ്യമായില്ലെന്ന് കുടുംബം പറയുന്നു. ഞങ്ങള് 11 വർഷമായി ഇവിടെ ഈ ഷെഡ് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. പഞ്ചായത്തിൽ വീടുണ്ടെന്ന് തന്നെ അവർ പറഞ്ഞത്. ഇപ്പൊ വീട് പാസ്സാക്കുന്നത് ഇവിടുന്ന് ഇപ്പം 3-4 വീടാണ്, വീടുള്ളവർക്കാണ് പാസ്സായിരിക്കുന്നത്. ഞങ്ങൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടീനെ ഇട്ടിട്ടാണ് ഇതിൽ കിടക്കുന്നത്. ഇന്നിപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ പണിയുമ്പോഴാണ് കാറ്റ്, നല്ലൊരു കാറ്റ് വന്നത്. ആ കാറ്റ് വന്നപ്പോൾ ഇതൊക്കെ ഇളകി അങ്ങോട്ട് പോയി. പിന്നെ അപ്പുറത്തെ വീടിൻ്റെ മൂലോടൊക്കെ പോയി. എന്തായാലും ഞങ്ങൾക്കൊരു വീട് വേണം. ഞങ്ങൾക്ക് ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ വീട് വെച്ചിരുന്നു. അതിനുള്ള പാകില്ല, ആ ഒരു 5 സെന്റ് സ്ഥലമുള്ളൂ. പഞ്ചായത്തിൽ നിന്നൊരു വീട് ഞങ്ങൾക്ക് അനുവദിച്ച് തരണം. ആകെയുള്ള 5 സെന്റിൽ സുമനസ്സുകളായ നാട്ടുകാർ സഹായിച്ച് വീട് നിർമ്മിക്കുന്നതിന് തറ തയ്യാറായെങ്കിലും നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. സ്ഥലം വിറ്റ് വീട് നിർമ്മിക്കാമെന്ന് കരുതിയാൽ അതിനുള്ള സ്ഥലവുമില്ല. അടച്ചുറപ്പുള്ള കൊച്ചു ഭവനമെന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികൃതരുടെയും സുമനസ്സുകളുടെയും സഹായം അപേക്ഷിക്കുകയാണ് ഇവർ. TCV വടക്കാഞ്ചേരി. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം ടോഡി ബോർഡ് ചെയർമാൻ UP ജോസഫ് നിർവഹിച്ചു. ബോർഡ് മെമ്പർ VM വിനു അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ജില്ലാ തലത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കുള്ള ക്യാഷ് അവാർഡും മൊമന്റോയും ട്രേഡ് യൂണിയൻ നേതാക്കളായ TK മാധവൻ, KK പ്രകാശൻ, AC കൃഷ്ണൻ എന്നിവർ വിതരണം ചെയ്തു. KM നാരായണൻ, AV ഉണ്ണികൃഷ്ണൻ, OS സുധീർ, VS സത്യൻ, PV രാമദാസ്, MB സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗമം സാംസ്കാരിക വേദി, തൃശൂർ സാംസ്കാരിക വേദി തുടങ്ങി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി നേതാവായിരുന്ന ബിന്നി ഇമ്മട്ടിയെ അനുശോചിച്ചു. വ്യാപാരി വ്യവസായി കോൺഫറൻസ് ഹാളിൽ നടന്ന അനുശോചന സമ്മേളനം കവി ഡോക്ടർ C രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ജോയ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. TT ജെയിംസ്, അഡ്വക്കേറ്റ് KR അജിത് കുമാർ, ചാക്കോ D അന്തിക്കാട്, KS റോബിൻ, സേവ്യർ ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ആദരവ് സംഘടിപ്പിച്ചു. ജീവനക്കാരിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കേണ്ട ജനകീയ പ്രസ്ഥാനമായ സഹകരണ മേഖലയ്ക്ക് വലിയ പോറലുണ്ടാക്കുമെന്നുള്ള ഉത്തരവാദിത്തബോധം ജീവനക്കാരിൽ ഉണ്ടാകണമെന്ന് ആദരവ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഡോക്ടർ R ബിന്ദു ഓർമ്മിപ്പിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് AS അൻവർ അധ്യക്ഷത വഹിച്ചു. സഹകരണ എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അംഗം K രവീന്ദ്രൻ, KCEU ഭാരവാഹികളായ KV ഷീബ, K വിഷ്ണുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിരമിച്ച അംഗങ്ങളെയും അംഗങ്ങളുടെ ഉന്നത വിജയം നേടിയ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രാദേശിക ഭരണകൂടങ്ങൾ മുതൽ പാർലമെന്റ് വരെ തൊഴിലവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ മത്സരിക്കുകയാണെന്ന് FITU സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം മമ്പാട് പറഞ്ഞു. FITU ജില്ലാ പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. FITU സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് കോട്ടയം, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം, ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ഉടനെ ശൌചാലയം നിർമ്മിക്കണമെന്ന് കോർപ്പറേഷനോട് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സർക്കാർ തലങ്ങളിലെ അസന്തുലിതാവസ്ഥയ്ക്കെതിരെ SYS രാഷ്ട്രീയ പ്രചരണം സംഘടിപ്പിക്കുമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. SYS സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിലായി സംഘടിപ്പിക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി, SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി, മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ KSRTC ബസ്സിടിച്ച് തെറിച്ച കാർ മറ്റൊരു കാറിന് മുകളിലേക്ക് വീണ് കാർ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. മഞ്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് സിഗ്നൽ കാത്തുകിടന്ന കാറിന്റെ പിന്നിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഉയർന്നു പൊങ്ങിയ കാർ ചാലക്കുടി തൃശൂർ പാതയിൽ കിടന്ന മറ്റൊരു കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇനി വാണിജ്യം.
20 വർഷമായി ഫിറ്റ്നസ് രംഗത്ത് സേവന പാരമ്പര്യമുള്ള ആർഎംകോ സ്ലിം ഫിറ്റ് യൂണിസെക്സ് ജിം പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിന് സമീപമുള്ള അശ്വതി പ്ലാസയിൽ പ്രവർത്തനമാരംഭിച്ചു. മിസ് ഏഷ്യ ഓഷോ ജിമ്മി മുഖ്യ അതിഥിയായിരുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും പുതിയൊരു ആരോഗ്യ സംസ്കാരം കൊണ്ടുവരികയാണ് ആർഎംകോയുടെ ലക്ഷ്യം. ഇതിനായി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ആർഎംകോയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ആർഎംകോ ബ്രാൻഡിൽ മുതൽ മുടക്കുന്നവർക്ക് ഫ്രാഞ്ചൈസികൾ തുടങ്ങുവാനും കമ്പനി അവസരം ഒരുക്കും. 2030-നുള്ളിൽ 25 കോടി രൂപ ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് കമ്പനിയുടെ തീരുമാനം. കൂടാതെ ഹോം ജിം, കൊമേഴ്സ്യൽ ജിം, ഓപ്പൺ ജിം എന്നിവയുടെ എല്ലാ നിലയിലുള്ള എക്വിപ്മെന്റുകളും ഗ്യാരണ്ടിയോടുകൂടി സ്വന്തം കമ്പനിയിൽ നിർമ്മിച്ചു നൽകും. വരും വർഷങ്ങളിൽ മെഷീൻ പ്രൊഡക്ഷൻ നിർമ്മാണ രംഗത്ത് തനത് മുദ്ര പതിപ്പിക്കാനാണ് ആർഎംകോയുടെ ശ്രമം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3420 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വലപ്പാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരി ധന്യ മോഹനെ കോടതി റിമാൻഡ് ചെയ്തു. യുവതി പണം കൈമാറ്റം ചെയ്തത് ഭർത്താവിന്റെയും പിതാവിന്റെയും അടക്കം 8 അക്കൌണ്ടുകളിലേക്കെന്ന് പോലീസ്. കർഷകരുടെ സങ്കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പരിഹരിക്കാനാകും വിധം കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കർഷകന്റെ മനസ്സറിഞ്ഞുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് ശാസ്ത്രജ്ഞരിൽ നിന്നുണ്ടാകേണ്ടതെന്നും ബിനോയ് വിശ്വം. പാലപ്പിള്ളി വലിയകുളത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത്. പീച്ചി ഡാമിൽ KSEB വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചു. മണലി, കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പത്താഴക്കുണ്ട് ഡാമിൽ 2ാം ഘട്ട മുന്നറിയിപ്പ് നൽകി. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഒരാഴ്ചയ്ക്കിടെ 3ാമത്തെ യാനമാണ് കടലിൽ അകപ്പെടുന്നത്. കൊല്ലൂർ പടവരാട് 9 മണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയയാൾക്ക് രക്ഷകരായി അഗ്നിശമന സേന. മോട്ടോറിന്റെ പൈപ്പ് ശരിയാക്കാൻ ഇറങ്ങിയ ഗൃഹനാഥനാണ് കിണറ്റിൽ കുടുങ്ങിയത്. മലയോര മേഖലയിൽ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ മുഴുവൻ പേർക്കും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയം കൊടുത്തു തീർക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനധികൃതമായി കയ്യേറിയ ഭൂമി വിട്ടുവീഴ്ചയില്ലാതെ തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.